കാശിനീരുളയെ നീക്കും. ഇന്ന് പൂരുരുട്ടായ നക്ഷത്രവും പൂരുരുട്ടായ നക്ഷത്രക്കാരുടെ ചില ഗുണദോഷ ഫലങ്ങൾ നമുക്ക് സംസാരിക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നക്ഷത്ര ഫലങ്ങളിലേക്ക് പോവാം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിഷ്ഠ, പൗരുഷം എന്നിവയോട് കൂടിയവരായിരിക്കും. ഈ കൂട്ടർക്ക് ആത്മീയമായ ഉൾക്കാഴ്ചയുള്ള ആളുകളായിരിക്കും ഇവർ. ഔദ്യോഗിക രംഗത്ത് ഇവർ ഉയർച്ചയിലെത്തും. ഈ നക്ഷത്രജാതന്മാര് ഏത് രംഗത്തും ശുഭപ്രതീക്ഷ വെച്ച് പുലർത്താറുള്ള ആളുകളാണ് ഇവര് ആ രംഗത്ത് നല്ലവരെന്നും നല്ല നിഷ്ഠയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെന്നും എന്നുള്ള നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ ഇടയാവുന്ന ആളുകളാണ് ഇവർ. ഈ കൂട്ടർക്ക് പാരമ്പര്യ രീതികൾ, നിയമങ്ങൾ എന്നിവയെല്ലാം പിന്തുടരാനും അത് അനുകരിക്കാനും അത് പഠിക്കാനുമുള്ള താല്പര്യമുള്ള കൂട്ടരാണ് ഇവർക്ക് ഹൃദയവിശാലതയും മറ്റുള്ളവരുടെ ഇഷ്ടമറിഞ്ഞിവർ പെരുമാറും. അവർക്ക് എന്താണോ താല്പര്യം, അവർ എന്താണ് ഇഷ്ടങ്ങൾ, അതൊക്കെ ഇവർ നോക്കിക്കണ്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഇവർ പെരുമാറുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ഈ നക്ഷത്രക്കാർ ചെയ്യുന്നതാണ്. ഈ കൂട്ടർ സ്വന്തം കാര്യം മാത്രമല്ലാതെ മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇവർ എന്ത് കാര്യങ്ങളും ചെയ്യുന്നതും. തനിക്കും മറ്റുള്ളവർക്കും കൂടി എന്തെങ്കിലുമൊക്കെ ലഭിക്കണം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്ത് അതിനുള്ള ഫലം രണ്ടു കൂട്ടർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹക്കാരായിരിക്കും ഇവർ. ഈ നക്ഷത്രക്കാര് മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധാപൂർവം കേൾക്കുകയും അവർ പറയുന്ന അഭിപ്രായം ഇവരെല്ലാം ഉൾക്കൊണ്ടിട്ട് ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ എന്തും ചെയ്യുള്ളൂ. അവർ പറയുന്ന എല്ലാം കേൾക്കും, അവരെ വെറുപ്പിക്കത്തില്ല ആരെയും. പക്ഷെ എന്ത് കേട്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൽ തോന്നിയ കാര്യം മാത്രമേ ഇവർ ചെയ്യുള്ളൂ. ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മനോദുരിതം എപ്പോഴും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് പോലും അറിയത്തില്ല എന്താണ് കാരണമെന്ന്. പല പ്രശ്നങ്ങളും ഇങ്ങനെ എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണിത്. ഈ ആളുകൾ പരാശ്രയം കൂടാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കും. ആരുടെ ധനപരമായിട്ടുള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തു കാര്യമായിക്കോട്ടെ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനോ അവരുടെ മുമ്പിൽ പോയി എനിക്ക് ഇന്നതില്ലാതെ തരണം എന്നൊക്കെ പറയാനോ ഒന്നിനും അവർ നിൽക്കത്തില്ല. അവർ പരാശ്രയം കൂടാതെ സ്വന്തം കാര്യം സ്വന്തമായി ചെയ്യണമെന്നുള്ള താല്പര്യക്കാരായിരിക്കും അവർ. പിന്നെ ഈ കൂട്ടർക്ക് സ്ത്രീജനങ്ങളിൽ നല്ല താല്പര്യമുള്ള ആളുകളായിരിക്കും. സ്ത്രീ വിഷയങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം ഇവർ, അല്ലെങ്കിൽ പണി മേടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിലും നല്ല പൗരുഷമുള്ള ആളുകളായിരിക്കും ഇവർ. രേവതി, ഭരണി, രോഹിണി ഈ 3-7 നക്ഷത്രക്കാരുമായിട്ടുള്ള ബന്ധം കുറച്ച് കുറയ്ക്കുക. അത് നിങ്ങളുടെ ഭാവിയെ ചിലപ്പോൾ ദോഷകരമായിട്ട് ഭാവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ സഹവാസം കുറച്ച് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ശുഭം.